നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരാനിരിക്കെ അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തലുകൾ പുറത്ത്. നടിയെ ആക്രമിക്കാൻ പൾസർ സുനി മുൻപും ശ്രമം നടത്തിയതിന് തെളിവുണ്ടെന്നാണ് കണ്ടെത്തൽ. പൾസർ സുനിക്ക് ദിലീപ് 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ നൽകിയെന്നും കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും അന്വേഷണ സംഘം പറയുന്നു. കാവ്യയുമായുള്ള ബന്ധം തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നതായി മഞ്ജു വാര്യർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. ദിലീപിനെതിരെ പരമാവധി തെളിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചു. ദിലീപിനെ പൂട്ടണം എന്നായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. മഞ്ജു വാര്യരുടെയും ADGP ബി സന്ധ്യയുടെയും വ്യാജ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഗ്രൂപ്പ്. 3 സിനിമാ ലൊക്കേഷനിലടക്കം 8 ഇടങ്ങളിൽ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തി. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവ് നിർണായകമാണ്. 1.5 കോടിയുടേതായിരുന്നു കൊട്ടേഷൻ. കേസായാൽ 3.5 കോടി തരാമെന്നും ദിലീപ് പറഞ്ഞെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കേസിന്റെ വിചാരണ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചുവെന്ന് അന്വേഷണ സംഘം പറയുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തി. സാക്ഷികളെ മൊഴിപെടുപ്പിക്കാൻ ശ്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാവ്യ മാധവനുമായുള്ള ബന്ധം തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നതായി മഞ്ജു വാര്യർ നൽകിയ മൊഴിയും പ്രോസിക്യൂഷന്റെ പിടിവള്ളിയാണ്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗവും ആരോപിക്കുന്നു. നീതി ആർക്കൊപ്പമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.